Oklama Medical Research Foundation Vice Chairman, Mun Mayo Clinic Ventures Senior Licensing Manager Sri Manu Nair Janam Gopalakrishnan Naratna Abhimugathinte Randam Bhagam Kanuga. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിലുള്ള ഒരു ചലഞ്ചസ് അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റ് അത് അമേരിക്കയിൽ വേറെയാണ്, ഇന്ത്യയിൽ വേറെയാണ്, അങ്ങനെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നോക്കുമ്പോൾ അതിന്റെ ചലഞ്ചസും എക്സൈറ്റ്മെന്റ്സും ഒക്കെ എന്താണെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ഇന്ത്യയിലെ പ്രധാനമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്ന അല്ലെങ്കിൽ ബൗദ്ധിക സ്വത്തവകാശം എന്ന് പറയുന്നതിൻ്റെ അതെങ്ങനെ ഡെവലപ്പ് ചെയ്യണം, അതിന് എന്ത് മതിപ്പുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അവബോധം ജനങ്ങൾക്കില്ല എന്നുള്ളതാണ്. അതൊരു ഇക്കോസിസ്റ്റത്തിൽ ഇല്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ടെക്നോളജികൾ കണ്ടുപിടിക്കപ്പെടുന്ന മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ റീസെർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടെക്നോളജി കമേഴ്ഷ്യലൈസേഷൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇത്രയും കാലത്തിനിടയ്ക്ക് ശക്തമായ രീതിയിലില്ല. വളരെ കേമപ്പെട്ട ഒന്നോ രണ്ടോ സ്ഥലങ്ങളുണ്ടാവാം, പക്ഷേ അല്ല ജനറലി ഒരു ടെക്നോളജി വെഞ്ചേഴ്സ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ റീസെർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നതിൽ ആബ്സെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇന്ത്യൻ ചാലഞ്ച് എന്ന് പറയുന്നത് അമേരിക്കൻ ചാലഞ്ചുമായിട്ട് വളരെ വ്യത്യസ്തമാണ്. അമേരിക്കൻ ചാലഞ്ച് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി വെഞ്ചേഴ്സ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓപ്പറേഷൻ്റെ ഫർദർ ഡെവലപ്മെൻറ്റിൻ്റെ പ്രശ്നങ്ങളാണ്. പക്ഷേ എന്നിരുന്നാൽ ഇന്ത്യൻ ഓപ്പറേഷനിൽ അത് വളരെ നെയ്സൻറ്റ് സ്റ്റേജിലായതുകൊണ്ട് അത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എങ്ങനെ അത് തുടങ്ങണം അല്ലെങ്കിൽ എങ്ങനെ അത് എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഇപ്പം നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഭക്ഷണം ഉണ്ടാക്കിക്കഴിഞ്ഞ് അതെങ്ങനെ വിളമ്പാം എന്നുള്ളതും ഭക്ഷണം ഉണ്ടാക്കുന്നത് എങ്ങനെ എന്നുള്ളതും രണ്ട് പ്രശ്നങ്ങളാണ്. അതേപോലെയാണ് ഇന്ത്യയിലെ പ്രശ്നവും അമേരിക്കയിലെ ചാലഞ്ച്. കാരണം ഇന്ത്യയിലുള്ള ചാലഞ്ച് പ്രൈമറിലി അത് എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാം, അതെങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ്. അമേരിക്കയിൽ ആ ഡെവലപ്മെൻറ്റുമായിട്ട് അസോഷിയേറ്റ് ചെയ്ത് എങ്ങനെ ഇതിനെ ബെറ്റർ ആക്കാം എന്നുള്ളതാണ് ചാലഞ്ച്, അല്ലെങ്കിൽ അതുമായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ് ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. സോ അതുകൊണ്ട് ഇന്ത്യൻ സർക്കംസ്റ്റാൻസസും അമേരിക്കൻ സർക്കംസ്റ്റാൻസും തമ്മിൽ ഇപ്പോൾ കമ്പയർ ചെയ്യാൻ ഒക്കില്ല. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ത്യൻ സർക്കംസ്റ്റാൻസ് എന്ന് പറയുന്നത് ഒരു 30 വർഷം മുമ്പത്തെ അമേരിക്കയിലെ സർക്കംസ്റ്റാൻസാണ്. സോ അതുകൊണ്ട് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ടെക്നോളജി വെഞ്ചേഴ്സ് ആൻഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ബിസിനസ് എന്നത് ഒരു വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. അപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്ന ആസ്പയറിംഗ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് താങ്കൾക്ക് എന്ത് അഡ്വൈസാണ് കൊടുക്കാനുള്ളത്? അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു രസകരമായ ചോദ്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെക്നോളജി വെഞ്ചേഴ്സ് എന്ന് പറയുന്ന ഫീൽഡിൽ ഞാൻ വന്നു എന്ന് പറയുന്ന എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ലോയും ബിസിനസ്സുമാണ്. പക്ഷേ എൻ്റെ കോളീഗ്സിൻ്റെ ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സയൻസും ബിസിനസ്സും ആയിരിക്കാം. ബേസിക്കായി വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയിലുള്ള അണ്ടർസ്റ്റാൻഡിങ്, അത് പ്രധാനമാണ്. പിന്നെ അതുപോലെ തന്നെ സയൻസ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, അതുപോലെ തന്നെ ബിസിനസ് ആക്യുമൻ. ഈ 3 കാര്യങ്ങളാണ് ഒരു നല്ല ടെക്നോളജി വെഞ്ചേഴ്സ് കാൻഡിഡേറ്റിനെ ഫലവത്തായിട്ടുള്ള ഒരു ടെക്നോളജി വെഞ്ചർ പ്രൊഫഷണലാക്കി മാറ്റുക, അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് പ്രൊഫഷണലാക്കി മാറ്റുക. ഇത് 3 ഒരാളിൽ കിട്ടാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രമിക്കുന്ന ഒരു കാര്യം, ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ടീമിൽ ഒരാളെ ഹയർ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും നോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എങ്ങനെ ആ വ്യക്തി 2 കാര്യങ്ങളിലെങ്കിലും പ്രഗത്ഭനായിരിക്കും. മൂന്നാമത്തെ കാര്യത്തിൽ over the time, he can actually train himself, അല്ലെങ്കിൽ she can train herself. അപ്പോൾ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ എപ്പോഴും കാൻഡിഡേറ്റ്സിനെ ഞാൻ എൻ്റെ ഈ പ്രൊഫഷണൽ ഉദാഹരണത്തിന് ഒരാളെ ഹയർ ചെയ്യണമെങ്കിൽ തന്നെ നോക്കുക. അപ്പം അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ഈ പ്രൊഫഷൻ കാണുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു കാൻഡിഡേറ്റ് എന്നുള്ളത് സയൻസ്, ബിസിനസ് ആൻഡ് ലോ എന്ന് പറയുന്ന 3 കോമ്പിനേഷൻ്റെയും കൂടി ഉള്ള ഒരു 3 കോമ്പിനേഷനും കൂടി എടുത്താൽ ഐഡിയൽ കാൻഡിഡേറ്റ് ആവും. പക്ഷേ അറ്റ്ലീസ്റ്റ് 2 കോമ്പിനേഷനെങ്കിലും ഉണ്ടെങ്കിൽ മൂന്നാമത്തത് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഒരു അസ്പയറിംഗ് കാൻഡിഡേറ്റിൽ ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഒരു അഡ്വൈസ് എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ പ്രധാനമായിട്ട് ഞാൻ പറയുന്നത് ഡു ഓൾവേസ് വാട്ട് യു ലൈക്ക്. ഈ പ്രൊഫഷനിൽ ഞാൻ വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ളൊരു അനുഭവമാണ്. ഞാൻ ന്യൂ ഹാംഷറിൽ പോയി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അവിടെ ഒരു ക്ലാസ് എടുക്കാനുണ്ടായി, ഒരു സാഹചര്യം ഉണ്ടായി. MIT അല്ലെങ്കിൽ മാസച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ചീഫ് IP കൗൺസിലായിരുന്ന കാരൻ ഹെർഷി എന്ന് പറയുന്ന
ഒരു വ്യക്തി ആണ് എൻ്റെ മെൻറ്റോർ, അല്ലെങ്കിൽ എന്നെ ഈ പ്രൊഫഷനിൽ കൊണ്ടുവന്നത് എന്ന് തന്നെ എനിക്ക് പറയാം. കാരണം അവർ ചീഫ് IP കൗൺസിലായിരുന്നു MIT ടു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ബിസിനസ് ആൻഡ് യൂണിവേഴ്സിറ്റി ടെക്നോളജി ട്രാൻസ്ഫർ. ആ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഫീൽഡിൽ വരണമെന്ന് എനിക്ക് തോന്നിയത്. ആൻഡ് ഐ ലവ് വാട്ട് ഐ ഡു. സോ അതുകൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഈ പ്രൊഫഷനിൽ എന്തെങ്കിലും രീതിയിലുള്ള ഉയർച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് പ്രൈമർലി ബിക്കോസ് ഐ ലവ് വാട്ട് ഐ ഡു. സോ അത് തന്നെയാണ് എനിക്ക് ഈ അസ്പയറിംഗ് കാൻഡിഡേറ്റ്സിനോട് എല്ലാം പറയാനുള്ളത്. ഡോണ്ട് കം ടു സംതിങ് ദറ്റ് യു ഡോണ്ട് ലൈക്ക്. You always come to something that you really love, and then you can actually do something pretty good. So adana enike aspiring candidates nod parayanullathu. Before all the skill sets, like what you do. അതുപോലെ ഈ ടെക്നോളജി വെഞ്ചേഴ്സ് ആൻഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇത് നമ്മളുടെ നാഷണൽ സെക്യൂരിറ്റി ആയിട്ട് എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടോ? അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണോ? വളരെ പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യമാണ്. കാരണം പല രീതിയിലുള്ള ബൗദ്ധിക സ്വത്തവകാശ വികസനവും വന്നിരിക്കുന്നത് ഡിഫൻസ് ഇൻഡസ്ട്രിയിലോ സയൻസ് നാഷണൽ സെക്യൂരിറ്റി ഇൻഡസ്ട്രിയിലോ ആണ്. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈ അടുത്തിടയ്ക്ക് നമ്മളിപ്പോൾ ഇബോള വാക്സിൻ അല്ലെങ്കിൽ ഇബോള മരുന്ന് ഇതിനെക്കുറിച്ച് പറയും. വാക്സിൻ ഇറ്റ്സ് ആക്ച്വലി ആൻ ആൻറ്റിബോഡി. ഇബോള മരുന്ന് കണ്ടുപിടിച്ചത് ബേസിക്കലി നാഷണൽ സെക്യൂരിറ്റി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനത്തിലൂടെയാണ്. അമേരിക്കയിൽ പല രീതിയിലുള്ള ഡിഫൻസ് ഫണ്ടിങ്ങും വരുന്നത് സ്മോൾ പോക്സ് വാക്സിൻ, ഇബോള വാക്സിൻ, അങ്ങനെയുള്ള പല രീതിയിലുള്ള ആരും കൺസിഡർ ചെയ്യാത്ത ചില ഡിസീസ് ഇൻഡിക്കേഷൻസ്. കാരണം അവ ചിലപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. സ്മോൾ പോക്സ് ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഒരു സ്മോൾ പോക്സ് ഔട്ട് ബ്രേക്ക്, ഒരു ബയോളജിക്കൽ വാർഫെയർ ഉണ്ടായാൽ അതിൽ ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സ്മോൾ പോക്സ് വാക്സിൻ ഉണ്ടാക്കി വയ്ക്കുക എന്നത് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഒരു ഡിഫൻസ് പോളിസി നയമാണ്. അതുപോലെ തന്നെ ഇബോള വാക്സിൻ അല്ലെങ്കിൽ ഇബോളയ്ക്കുള്ള മരുന്ന് എന്ന് പറയുന്നത് കണ്ടുപിടിക്കുക എന്നത് ഒരു നാഷണൽ സെക്യൂരിറ്റി ഇഷ്യൂ ആണ്. കാരണം അത് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ പെട്ടെന്ന് മരിച്ചു വീഴും. അതുകൊണ്ട് അതിനുള്ള റീസെർച്ച് ഫണ്ടിങ് പലപ്പോഴും വരുന്നത് നാഷണൽ സെക്യൂരിറ്റി ഡിഫൻസ് റീസെർച്ച് ഫണ്ടിങ്ങിൽ നിന്നാണ്. അങ്ങനെയുള്ള മരുന്നുകളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങളെ അഡ്വാൻസ് ചെയ്യുക എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് ഒരു പരിധി വരെ അതിനെ ഫണ്ട് ചെയ്യാനൊക്കെ, പിന്നീട് അതിനെ മുമ്പോട്ട് കൊണ്ടുപോവുക അല്ലെങ്കിൽ അതിനെ അഡ്വാൻസ് ചെയ്ത് അതൊരു വയബിൾ പ്രോഡക്റ്റ് ആക്കി മാറ്റുക എന്ന് പറയുന്നത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ടെക്നോളജി വെഞ്ചേഴ്സ് ബിസിനസ്സിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളും നമ്മൾ പല തരത്തിലുള്ള മരുന്നുകൾക്കും ഫണ്ടിങ് കൊടുക്കുമ്പോൾ അത് മറ്റു പല മരുന്നുകൾക്കും വളമായി മാറും. കാരണം ആന്ത്രാക്സ് എന്ന് പറയുന്ന എന്ന രോഗത്തിന് മരുന്ന് കണ്ടുപിടിക്കാനായിട്ട് കൊടുക്കുന്ന ഗ്രാൻറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എന്ന് പറയുന്ന ജനറൽ കാറ്റഗറി ഓഫ് ഡിസീസസ് എന്നുള്ളതിന് അപ്ലിക്കബിൾ ആവും. സോ ചിലപ്പോൾ അത് ആന്ത്രാക്സിന് മാത്രമല്ല മറ്റ് ആ ക്ലാസ്സുകളിലുള്ള മരുന്നുകൾക്ക് ബാക്ടീരിയകൾക്കും അല്ലെങ്കിൽ രോഗാണുക്കളെയും നശിപ്പിക്കുന്ന മരുന്നുകളായി മാറുവാനായിട്ട് കഴിയും. ഇതെല്ലാം ടെക്നോളജി വെഞ്ചേഴ്സ് ബിസിനസ്സിലൂടെ നമുക്ക് മാർക്കറ്റിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വളരെ നാഷണൽ സെക്യൂരിറ്റി തലത്തിലും അമേരിക്കയിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഫീൽഡാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ടെക്നോളജി വെഞ്ചേഴ്സ് ബിസിനസ്. സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇന്നത്തെ സർക്കംസ്റ്റാൻസിൽ ഫോർ എക്സാമ്പിൾ ഈ ഇബോള പ്രതിസന്ധിയിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും ഇറ്റ് ഇസ് ടൈഡ് ടു ദി നാഷണൽ സെക്യൂരിറ്റി. സോ യു ഹാവ് ടു തിങ്ക് അബൌട്ട് ലൈക്ക് ദാറ്റ്. താങ്കൾ ഇത്രയും സക്സസ്ഫുൾ ആയ താങ്കൾ എന്തുകൊണ്ട് അമേരിക്കയിൽ തന്നെ ഇത് കണ്ടിന്യൂ ചെയ്യുന്നു? എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് വന്ന് അവിടെ നോക്കുന്നില്ല? ഞാൻ അമേരിക്കയിൽ വന്ന കാലഘട്ടവും അതിന് ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഉത്തരമേ ഉള്ളൂ. മനുഷ്യനെ ഡ്രൈവ് ചെയ്യുന്ന അവസരങ്ങളാണ്. സോ എനിക്ക് ഈ അവസരം തന്നത് അമേരിക്കയാണ്. അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ പറയാനായിട്ട്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഞാൻ പഠിച്ചിറങ്ങിയ കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും വളരെ വ്യത്യസ്തമാണ്. അന്ന് അവസരങ്ങൾ വളരെ കുറവായിരുന്നു. അന്ന് ഫ്രീ മാർക്കറ്റ് ഇക്കോണമി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ അമേരിക്കയിൽ വന്നു, പഠിച്ചു, ഇവിടെ സെറ്റിൽ ചെയ്തു, ഇവിടെ ഈ ഒരു ഫീൽഡിൽ സക്സസ്ഫുൾ ആകാനായിട്ട് എനിക്ക് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഒരുപക്ഷെ നോക്കുകയാണെങ്കിൽ കുട്ടികളെല്ലാം പഠിച്ചിറങ്ങുന്നു, അവർക്ക് ഉടനെ തന്നെ ജോലി കിട്ടുന്നു, അവർ കരിയറിൽ കയറുന്നു. പക്ഷേ ഈ ചോദ്യത്തിന് മറ്റൊരു മാനദണ്ഡം കൂടിയുണ്ട്. നമ്മുടെ നാട്ടിലുള്ള പല കുട്ടികളും എന്തുകൊണ്ട് നാട്ടിൽ നിൽക്കുന്നില്ല? ഇപ്പം നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂരോ ബോംബെയിലോ ഒക്കെ ഉള്ള പ്രധാനപ്പെട്ട എല്ലാ കമ്പനികളിലും അഭ്യസ്തവിദ്യരായ മലയാളികളാണ് വർക്ക് ചെയ്യുന്നത്. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ അവരാരും നിൽക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് ഒരുപക്ഷേ ഉള്ള മറുപടി എന്ന് പറയുന്നത് ഇപ്പോഴും നാട്ടിലെ അവസരങ്ങൾ കുറവാണുള്ളതായിരിക്കാം.
പക്ഷേ എന്നിരുന്നാലും അതിനുള്ള ഒരു അവസരം മാറുന്നു അതിനുള്ള സാഹചര്യങ്ങൾ മാറട്ടെ, നമ്മുടെ കുട്ടികൾക്ക് നാട്ടിൽ നിന്ന് ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ, അതിനുള്ളൊരു സർക്കംസ്റ്റാൻസ് ഉണ്ടാവട്ടെ, അതിന് വേണ്ട സ്റ്റെപ്പുകൾ സർക്കാരുകളും അതുപോലെ തന്നെ നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസും ഒക്കെ ശ്രമിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ വിദ്യാർത്ഥികൾ, വളരെ കഴിവുള്ള വിദ്യാർത്ഥികൾ എപ്പോഴും മറ്റ് നാടുകളിൽ പോയി ജോലി ചെയ്യുന്ന ഒരു സർക്കംസ്റ്റാൻസാണ് കാണുന്നത്. പക്ഷേ എൻ്റെ കാര്യത്തിൽ ഞാൻ ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ഞാനിവിടെ വന്നപ്പോൾ തിരഞ്ഞെടുത്തൊരു ഫീൽഡാണ്. അതിലെനിക്ക് നന്നായി പ്രവർത്തിക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളൊരു സന്തോഷമാണ്. അത് എനിക്ക് ഇവിടെ തന്നത് അമേരിക്കയിലാണ്. നാട്ടിലിപ്പോൾ ഈ ഒരു ഫീൽഡ് ഡെവലപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഒരുപക്ഷേ ഭാവിയിൽ അല്ലെങ്കിൽ ഇപ്പോഴേ തന്നെ എനിക്ക് പറയാം, ഞാൻ ഒരുപാട് ഈ ഒരു ഫീൽഡ് നാട്ടിൽ വളർത്തുവാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതിനുള്ള എന്ത് രീതിയിലുള്ള സഹായം ചെയ്യാനും ഞാൻ തയ്യാറാണ്. അങ്ങനെ പലപ്പോഴും ഞാൻ ഇപ്പോൾ ഉദാഹരണത്തിന് രാജീവ് ഗാന്ധി സെൻറ്ററിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അവർ വളരെ ശക്തമായിട്ട് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി പ്രൊട്ടക്റ്റ് ചെയ്യാനും അത് പേഷ്യൻസിലേക്ക് എത്തിക്കുവാനും അങ്ങനെ ഒരു ട്രാൻസ്ലേഷൻ ഉണ്ടാവാനും ശ്രമിക്കുന്നുണ്ട്. ഞാൻ രാജീവ് ഗാന്ധി സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യാണ്. സോ what I can do is എൻ്റെ സ്കിൽ സെറ്റ് എന്ന് പറയുന്നത് എൻ്റെ നാടിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് എൻ്റെ ശ്രമം. അതിന് ഏത് രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിന് ഞാൻ ഇപ്പോഴും തയ്യാറാണ്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾ ദാറ്റ് ഐ കൻ സേ അബൌട്ട് ഇറ്റ്. ഇത്രയും നേരം നമ്മളുമായി സമയം പങ്കുവച്ച ശ്രീ മനു നായർക്ക് കൈരളി ടിവിയുടെയും ഒക്ലഹോമ മലയാളി സംഗമത്തിൻ്റെയും പേരിൽ ഞാൻ ഹാർദവമായി നന്ദി രേഖപ്പെടുത്തുന്നു. താങ്കൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും. നന്ദി.